1999 ഡിസംബർ 30 ഇറ്റലി. ജ്ഞാനദളം 235. പഞ്ചേന്ദ്രിയങ്ങളുടെ സ്വഭാവമാണ് ജ്ഞാനം. നിങ്ങളിലെ ഓരോ കോശത്തിലും പഞ്ചേന്ദ്രിയങ്ങളുടെ കഴിവുകളുമുണ്ട്. ചേതനയിൽ പഞ്ചേന്ദ്രിയങ്ങളുടെയും ചിന്തിക്കാനുള്ള കഴിവിന്റെയും സാന്നിധ്യമുണ്ട്. അതുകൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നിർവഹിക്കാൻ ശരീരത്തിലെ ഓരോ കോശത്തിനും കഴിയും. ഒരേ സംയുക്ത കോശം കൊണ്ടാണ് കോശങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഓരോ DNA തന്മാത്രകളിലും ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും അടങ്ങിയിരിക്കുന്നു. എല്ലാ കോശങ്ങളിലും ചേതന അന്തർലീനമാണ്. കാഴ്ച ചേതനയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും സ്വപ്നത്തിൽ നിങ്ങൾ കാഴ്ചകൾ കാണുന്നത്. ത്വക്കില്ലാതെ തന്നെ നിങ്ങൾക്ക് സ്പർശനം അനുഭവപ്പെടും. അതുകൊണ്ടാണ് കൈകാലുകൾ മുറിച്ചവർക്ക് കൈകാലുകൾ ഇല്ലാതെയായിട്ടും അവ ഉള്ളതായി തോന്നുന്നത്. മൂക്കില്ലാതെ മണക്കാനും നാവില്ലാതെ രുചിക്കാനും നിങ്ങൾക്ക് കഴിയും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ ചെവികൾ മാത്രമാണ്. നിങ്ങൾ കേൾക്കുന്നത് ശരീരത്തിലെ ഓരോ കോശവും കൊണ്ടാണ്. 1000 കണ്ണുകൾ കൊണ്ട് കാണുക എന്ന ഒരു പ്രയോഗമുണ്ട്. ഒരു വ്യക്തി അപ്പോൾ കണ്ണുകൾ മാത്രമാണ്. ഓരോ ഇന്ദ്രിയ ചോദനയും ചേതനയുടെ സ്വഭാവമായ ജ്ഞാനം നൽകും. അറിയുക എന്നതാണ് ചേതനയുടെ സ്വഭാവം. വികാസ്. ഇന്ദ്രിയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ട ചിലർക്ക് മറ്റു ഇന്ദ്രിയങ്ങൾ കുറെ കൂടി പ്രവർത്തനക്ഷമമാകുന്നതായി കാണാം. ഗുരുദേവ്. ഒരെണ്ണം നഷ്ടപ്പെട്ടിട്ടു വേണ്ട മറ്റേ ഇന്ദ്രിയങ്ങൾക്ക് മൂർച്ച വർദ്ധിക്കാൻ. അഗാധമായ മൗനത്തിൽ അവയുടെ എല്ലാം മൂർച്ച കൂട്ടാൻ കഴിയും. മൈക്കി. നിങ്ങൾക്ക് ബോധമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗുരുദേവ്. നിങ്ങൾ മൈക്കിനെ പോലെയാകും. മുറിയിൽ പൊട്ടിച്ചിരിയുടെ സ്ഫോടനം. അഭ്യാസം. ഓരോ കോശത്തിനും കാണാനും കേൾക്കാനുമുള്ള കഴിവുണ്ട് എന്ന തോന്നലുണ്ടാക്കൂ. ആകെയുള്ളത് കണ്ണുകളും ചെവികളും മാത്രം. സുഖകരമായി ഇരുന്ന് കണ്ണുകൾ അടയ്ക്കൂ. നിങ്ങൾ ആകെ കണ്ണുകളും ചെവികളുമാണെന്നറിയൂ. ജയ് ഗുരുദേവ്.